വിദ്യാർത്ഥികളെ നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 4 ഭാഗങ്ങൾ കണ്ടു. 4ാമത്തെ ഭാഗത്ത് നമ്മൾ സീരീസ് കോമ്പിനേഷൻ്റെയും പാരലൽ കോമ്പിനേഷൻ്റെയും പ്രത്യേകതകളാണ് പഠിച്ചത്. ഈ പാർട്ടിൽ 5ാമത്തെ ഭാഗത്ത് നോക്കുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5ാമത്തെ ഭാഗം ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാൽ എന്ത് എന്നാണ്. വാട്ട് ഈസ് മീൻ ബൈ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? നമുക്കൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് എടുക്കാം. ഇലക്ട്രിക് ഹീറ്റർ ഇതേ കാറ്റഗറിയിൽ വരുന്ന ഇതുപോലത്തെ മറ്റു ഉപകരണങ്ങളുണ്ട്. ഇലക്ട്രിക് കെറ്റിലുണ്ട്, ഇമേഴ്സൺ ഹീറ്ററുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം ചെയ്യുന്നത് ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, ഇമേഴ്സൺ ഹീറ്റർ ഇതെല്ലാം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കും. ഇവയെല്ലാം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ഉപകരണമെല്ലാം ചെയ്യുന്നത് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാൻ സാധിക്കും അനുയോജ്യമായ സാങ്കേതിക വിദ്യ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. ഈ വസ്തുതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ എന്താണ് വൈദ്യുതിയുടെ താപഫലം അഥവാ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ദ ഫാക്ട് ദാറ്റ് electrical energy can be converted into heat energy, or heat energy can be derived from electrical energy using suitable technology. This fact is known as heating effect of electric current. So electrical energy can be converted into heat energy using suitable technology. This fact is known as heating effect of electric current. അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, അനുയോജ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്നാണ്. ഇത് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി, ഒരു കണ്ടക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി അതുവഴി വൈദ്യുതി ഒഴുകുമ്പോൾ ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. അത് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ തോട്ട് എക്സ്പെരിമെൻ്റ് നടത്താൻ സാധിക്കും. എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് യഥാർത്ഥത്തിൽ റിയലായിട്ട് നടത്താൻ സാധിക്കും. മറ്റൊന്ന് തോട്ട് എക്സ്പെരിമെൻ്റാണ്. നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് പരിഗണിക്കുന്നു. അവിടെ 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ റെസിസ്റ്റർ അലൂമിനിയം കൊണ്ട് നിർമ്മിതമാണ്. രണ്ടാമത്തെ റെസിസ്റ്റർ നിക്രോം എന്ന ലോഹസങ്കരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിക്രോം എന്നതൊരു ലോഹസങ്കരമാണ്. നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അലൂമിനിയം തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ അലൂമിനിയം, നിക്രോം ഈ രണ്ടിനും ഒരേ ലെങ്ത് ആണെന്നിരിക്കട്ടെ. രണ്ടിനും ഒരേ ലെങ്ത് ആണ്, രണ്ടിനും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ കൂട്ടത്തിൽ ഒരേ ലെങ്തും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള അലൂമിനിയം വയർ, നിക്രോം വയർ ഇവയിൽ റെസിസ്റ്റൻസ് കൂടിയത് ആർക്കായിരിക്കും? റെസിസ്റ്റിവിറ്റി കൂടിയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വയറിനായിരിക്കും, അതായത് നിക്രോമിനായിരിക്കും. ഇനി ഞാനിവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. ഈ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത പൊട്ടൻഷ്യൽ വ്യത്യാസം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ കോമ്പിനേഷന് കുറുകെ ഞാനൊരു T സമയത്തേക്ക് ഈ കോമ്പിനേഷനിലൂടെ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഒഴുക്കി എന്നിരിക്കട്ടെ. I ആണ് കറണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിക്രോം അതുപോലെ അലൂമിനിയം ഇവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 2 റെസിസ്റ്റേഴ്സ് എടുത്തു. ഈ 2 റെസിസ്റ്റേഴ്സിനും ഒരേ ലെങ്താണ്, ഒരേ ഏരിയ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവയിൽ നിക്രോമിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത്, കാരണം അതിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അതിലൊരു സെല്ല് കണക്ട് ചെയ്തു വിച്ച് ക്യാൻ പ്രൊവൈഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഒരു T എന്ന സമയത്തേക്ക് എന്തൊഴുക്കുന്നു എന്നാണ്, കറണ്ട് ഒഴുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ
അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ പഠിച്ച ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ആശയം അനുസരിച്ച് അലൂമിനിയവും നിക്രോമും ചൂടാകും. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നിക്രോം വയറ് ചുട്ടുപഴുത്തിട്ടുണ്ടാവും, വളരെ അധികം ചൂടായിട്ട് അത് റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ട് മാറിയിട്ടുണ്ടാവും എന്നാണ്. ടി സമയത്തേക്ക്, ഈ ടി എന്നുള്ളത് 5 മിനിറ്റോ 10 മിനിറ്റോ ആയിക്കോട്ടെ, അപ്പോൾ അത്രയും സമയത്തേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അലൂമിനിയം ചൂടാകും, പക്ഷേ അതിനെ അപേക്ഷിച്ച് നിക്രോം വയർ ഒരുപാട് ചൂടായിട്ടുണ്ടാവുമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിക്രോം ചുട്ടുപഴുത്തത്. കൂടുതൽ താപോർജ്ജം, കൂടുതൽ ഹീറ്റ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ ഏത് ഫാക്ടറാണ് അവിടെ കൂടുതൽ താപോർജ്ജം ഉണ്ടാകാനായിട്ട് കാരണമായത്? അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം. ഈ രണ്ടിൽ ഒഴുകുന്ന കറണ്ട് സെയിം ആണ്, കാരണം രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്ന സീരീസിലാണ്. രണ്ടുപേരിലൂടെയും കറണ്ട് ഒഴുകിയത് ടി സമയത്തേക്ക് തന്നെയാണ്. എന്നാൽ ഈ നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ അലൂമിനിയത്തിൻ്റെതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ന്യായമായും സംശയിക്കാം, ഉറപ്പിക്കാം, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഈസ് എ ഫാക്ടർ വിച്ച് ഡിസൈഡ്സ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഒരു ഫാക്ടറിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ഘടകം എന്താണ് എന്ന്. അതിനേക്ക് വേണ്ടിയിട്ട് ഈ നിക്രോം വയറിനെ ഞാൻ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ളത് അലൂമിനിയം വയർ മാത്രമാണ്. ഇനി ചെയ്യുന്നത് ഇതേ സമയത്തേക്ക് ഇതേ അളവ് കറണ്ട് ഇതേ സമയത്തേക്ക് ഈ സർക്യൂട്ട് വീണ്ടും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. ഇതേ സമയത്തേക്ക് ഈ സർക്യൂട്ട് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതായത് വി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അലൂമിനിയത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ ഇതേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ അലൂമിനിയം റെസിസ്റ്റർ നേരത്തെ എത്ര കണ്ട് ചൂടായോ അതിനപേക്ഷിച്ച് വളരെ കൂടുതൽ ചൂടായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ നിന്ന്, സീരീസ് കോമ്പിനേഷനിൽ നിന്ന് നിക്രോമിനെ, അതായത് പ്രതിരോധം കൂടിയ ഒരു ഘടകത്തെ, ഒരു റെസിസ്റ്റൻസിനെ ഒഴിവാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും. സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ട് തീർച്ചയായിട്ടും കൂടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് വീണ്ടും ടി സമയത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ കറണ്ട് എന്നുള്ളത് ഒരിക്കലും, ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഒഴുകുന്ന കറണ്ട് എന്നുള്ളത് ഒരിക്കലും പഴയ I ആംപിയർ കറണ്ട് ആവില്ല. അതിനേക്കാൾ വലിയ ഒരു വില, ലെറ്റ് ഇറ്റ് ബി I ഡാഷ്. അപ്പോൾ കറണ്ട് കൂടി. വേറെ ഒരു ഘടകത്തിൽ വ്യത്യാസമില്ല. ഈ അലൂമിനിയത്തിന് നേരത്തെ എത്ര തന്നെയാണോ പ്രതിരോധം, അത് തന്നെയാണ് ഇപ്പോഴും പ്രതിരോധം. കാരണം അലൂമിനിയത്തിന് ഈ വയർ നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസ് കുറഞ്ഞു പോയി. അപ്പോൾ സർക്യൂട്ടിലെ മൊത്തം കറണ്ട് വർദ്ധിച്ചു. അതേ സമയത്തേക്ക് ആ കറണ്ട് ഫ്ലോ ചെയ്യിച്ചപ്പോൾ കൂടുതൽ ഹീറ്റ് എനർജിയുടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് അലൂമിനിയം വയർ കൂടുതൽ നന്നായി ചൂടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കറണ്ട് കൂടിയാൽ ഒരു ഘടകത്തിലൂടെ, ഒരു റെസിസ്റ്ററിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവിന് വർധനവുണ്ടായാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ വിച്ച് determines the amount of heat produced in a current carrying conductor is nothing but current through the conductor. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആയി, റെസിസ്റ്റൻസും കറണ്ടും. ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ഏതൊക്കെ ഘടകങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിച്ചിരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് റെസിസ്റ്റൻസ്, രണ്ട് കറണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ, ഇനി ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട്, മൂന്നാമത്തെ ഫാക്ടർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതേ സർക്യൂട്ട് തന്നെ ആയിക്കോട്ടെ, ഇതേ സർക്യൂട്ട് തന്നെയാണ്. അലൂമിനിയം കമ്പി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സെല്ല് തന്നെ ഉപയോഗിക്കുന്നു. സെയിം വോൾട്ടേജാണ്. കറണ്ട് ഈ പറഞ്ഞ പോലെ I ഡാഷ് തന്നെ ആയിരിക്കും. നമ്മൾ ഈ ടി എന്നുള്ളത് ഇൻക്രീസ് ചെയ്യിപ്പിച്ച് ഇരട്ടി സമയത്തേക്ക് ഹീറ്റ് കറണ്ട് കടത്തിവിടുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അലൂമിനിയം വയർ തൊട്ട് മുമ്പ് എത്ര ചൂടായോ അതിനേക്കാൾ വളരെ കൂടുതൽ ചൂടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, കൂടുതൽ സമയത്തേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ കൂടുതൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തേക്ക് കറണ്ട് ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്നു, ആ ഘടകം, ആ സമയം
ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, അതും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ 3 ഘടകങ്ങൾ ഡിറ്റർമിൻ ചെയ്തു, കണ്ടെത്തി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്നതായിട്ട്. അവ ഏതൊക്കെയാണ്? ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്, ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട്, എത്ര സമയത്തേക്ക് അതുവഴി കറണ്ട് പാസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആർ 3, namely its resistance, current through it and time for which current flows through it. ഇനി അടുത്ത് നോക്കേണ്ടത് ഈ ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസും കറണ്ടും ടൈമും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, കറണ്ട് ത്രൂ ഇറ്റ് ആൻഡ് ടൈം, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ആ ബന്ധം കണ്ടെത്തിയതും ശരിയായി പ്രസ്താവിച്ചതും ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആ ആശയം, ആ ഐഡിയ ജൂൾസ് ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ജൂൾസ് ലോ എന്താണെന്ന് പരിശോധിക്കാം. ഈ ജൂൾസ് ലോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് H എന്നിരിക്കട്ടെ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് I എന്നിരിക്കട്ടെ, അതിൻ്റെ പ്രതിരോധം, ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് R എന്നിരിക്കട്ടെ, അതുവഴി T സമയത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ത്രൂ ഇറ്റ്, ഇറ്റ്സ് റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, ഇവ തമ്മിലുള്ള റിലേഷനാണ് ശരിക്കും ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജൂൾസ് ലോ എന്നൊക്കെ ശരിക്കും നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ജൂൾസ് ലോ എന്ന് പറയുന്നത് ഇതാണ്: ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അത് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയർ അതിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. തീർന്നില്ല, ആ ഹീറ്റ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. ആ ഹീറ്റ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, ഇതാണ്. അപ്പോൾ ഇതൊന്ന് കമ്പൈൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പറയാം heat produced in a current carrying conductor is directly proportional to square of current, its resistance and time for which current flows through it. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജൂൾസ് ലോ, അല്ലെങ്കിൽ ഈ ഐഡിയ ആണ് ജൂൾസ് ലോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ജൂൾസ് ലോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജൂൾസ് ലോ, വാട്ട് ആക്ച്വലി ഈസ് ജൂൾസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ത്രൂ ഇറ്റ്, its resistance and time for which current flows through it. This is Joule's law. ഇതിൻ്റെ ഒരു ഗണിത രൂപം നമുക്ക് നോക്കാം. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: H proportional to I square RT. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ, ആ ചിഹ്നം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് K എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ H ഈസ് ഈക്വൽ ടു K I സ്ക്വയർ R T എന്ന് കിട്ടുന്നു. SI യൂണിറ്റ്സ് അനുസരിച്ച് K എന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ R T എന്ന് മാറുകയാണ്. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ R T എന്ന് മാറുകയാണ്. അപ്പോൾ ജൂൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്? The heat produced in a current carrying conductor is directly proportional to square of the current through it, its resistance and time for which current flows through it. This is Joule's law. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് H is equal to I square RT എന്നാണ്. ഇവിടെ H ഹീറ്റ് ആണ്, I കറണ്ട് ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് R, പിന്നെ T എന്താ? ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പോൾ H is equal to I square RT ഇതാണ് ജൂൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? Electrical energy can be converted into heat energy using suitable technology. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം: when electrical current is passed through a conductor, heat is produced in it. This fact is known as heating effect of electric current. ഇനി what are the different factors affecting heat produced in a current carrying conductor? There are 3 factors, namely current, resistance and time. And now Joule's law. Actually Joule's law is a relation which relates these factors. Which are the factors? Heat produced in a current carrying conductor, current through it, resistance of the conductor and time for which current flows through it. So its statement can be stated as, if the statement is like this: heat produced in a current carrying conductor is directly proportional to square of the current through it, its resistance and time for which current flows through. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് H is equal to I square RT എന്നാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ
ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടെത്താനായിട്ടുള്ള ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന്. ഇപ്പോൾ ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു I²RT എന്നാണ്. ഇതൊരു ഇക്വേഷനാണ്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡിനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് H is equal to I²RT. മറ്റ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓംസ് ലോ അനുസരിച്ച് കറണ്ട് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഈ വാല്യൂ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും ഇക്വേഷൻ 1 ഇംപ്ലൈസ് H is equal to Iക്ക് പകരം നമ്മൾ കൊടുക്കുന്നു V/R the whole square RT. X/Y the whole square എന്ന് പറയുന്നത് X²/Y² ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V²/R² ഇൻറ്റു RT. ഓരോ R ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ V²T/R എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു. ഈ ഇക്വേഷനാണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടെത്താൻ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊന്ന്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ H is equal to I²RT എന്നാണ്. അതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് വരുന്നു H എന്ന് പറയുന്നത് V²T/R എന്ന്. ഇതെങ്ങനെ ലഭ്യമായി? ഈ ഇക്വേഷനിൽ I V/Rന് ഈക്വൽ ആണ് ഓംസ് ലോ അനുസരിച്ച്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നത് കിട്ടുന്നു. ഇനി മൂന്നാമതൊരു ഇക്വേഷൻ കൂടെ നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഓംസ് ലോ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്നാണ്. ഈ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും H is equal to I², ആറിൻ്റെ സ്ഥാനത്ത് V/I ഇൻറ്റു T. അപ്പോൾ H is equal to ഓരോ I ക്യാൻസൽ ചെയ്യാം, I/V/T അല്ലെങ്കിൽ H is equal to V/I/T. അപ്പോൾ 3 ഇക്വേഷൻസ് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ ജൂൾസ് ലോ തന്നെയാണ്, H is equal to I²RT. രണ്ടാമത്തെ ഇക്വേഷൻ H is equal to V²T/R. മൂന്നാമത്തെ ഇക്വേഷൻ H is equal to V/I/T. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് ജൂൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇങ്ങനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടെത്താനായിട്ട് നമുക്കുള്ളത്. ഇനി ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രോബ്ലംസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ജൂൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓഫ് 200 ohm if a 0.5 ampere flows through it for 5 minutes. What is the electric potential difference applied across it? എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓഫ് 200 ohm. അപ്പോൾ ഈ 200 ohm എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ R is equal to 200 ohms. ഇനി 0.5 ആംപിയർ കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് അല്ലെങ്കിൽ കണ്ടക്ടർ I is equal to 0.5 ആംപിയർ. എത്ര സമയത്തേക്ക് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്മോൾ t is equal to 5 minutes. ഇനി കണ്ടെത്തേണ്ടുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ H ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി കണ്ടുപിടിക്കേണ്ട വേറൊന്നും കൂടെ ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. അതുകൂടെ കണ്ടുപിടിക്കുക. ആ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബ്ലം വായിക്കുക, അത് നന്നായിട്ട് മനസ്സിലാക്കുക, ശരിക്കും വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയും. അത് വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ നമ്മൾ എഴുതണം. ശേഷം എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് എഴുതണം. ഈ ഗിവൺ ഡേറ്റ എല്ലാം, അത് ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ എല്ലാം ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിലാണോ എന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ് SI യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിലാണോ എന്ന് നോക്കുക. ഇവിടെ റെസിസ്റ്റൻസ് SIയിലാണ്, കറണ്ട് SIയിലാണ്, ടൈം അതും SIയിലാണോ? അല്ല, അത് SI യൂണിറ്റിലോട്ട് മാറ്റണം. അത് 5 × 60 സെക്കൻഡ് എന്ന് മാറ്റാം. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് നമുക്കറിയാം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5 × 60 സെക്കൻഡ്. ഇത് വേണമെങ്കിൽ 300 സെക്കൻഡ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ RIT ഇവ SI യൂണിറ്റ്സിലാണ്, ഒരേ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലാണ്. നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യണം, V കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. H is equal to I²RT, H is equal to V/I/T, H is equal to V²T/R. അപ്പോൾ H is equal to I²RT എന്ന ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ I ഉണ്ട്.
R വേണം ഉണ്ട് ടിയും ഉണ്ട്. അപ്പോൾ h is equal to I square RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് h കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ h is equal to I square RT. What is the value of I? I is 0.5. 0.5 square means 0.5 into 0.5 into resistance is 200 ohms. Time അത് 300 സെക്കൻഡ് ആണ്. ഈക്വൽ ടു സാധാരണ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത് 2-3 സ്റ്റെപ്സ് കൊണ്ടുപോയ ശേഷം അതിൻ്റെ ആൻസർ ഇവിടെ എഴുതാറുണ്ട്. പക്ഷേ എനിക്ക് മറ്റൊരു മാർഗം പറയാനുള്ളത്, ഇവിടെ ഗുണിച്ചെഴുതാനേ ഉള്ളൂ. ഗുണിക്കലും ഹരിക്കലും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ കുറേ അധികം സ്റ്റെപ്സ് വരും. അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതിയ ശേഷം അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ ക്രിയകൾ ചെയ്യാനായിട്ട് വലതുവശത്തോട് ഇവയെ മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ ആവശ്യമായ മാറ്റങ്ങളും ചെറിയ ക്രിയകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. 0.5 എന്ന് പറയുന്നത് ഹാഫാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 200 ഇൻറ്റു 300 ഇങ്ങനെ ആക്കുന്നു. നമുക്ക് 200 ഇൻറ്റു ഹാഫ് എടുക്കാം. 200 ഗുണം 2/1 എന്ന് ചിന്തിക്കുന്നതിന് പകരം 200ൻ്റെ പകുതി എന്നെടുത്താൽ മതി. 200ൻ്റെ പകുതി അത് 100 അപ്പോൾ 100 ഇൻറ്റു ഹാഫ് 100ൻ്റെ പകുതി അത് 50 50 ഗുണം 300 50 ഗുണം 300 അപ്പോൾ 50 ഗുണം 300 ഇങ്ങനെ വരുമ്പോഴേക്കും 5 ഗുണം 3 15 5 ഗുണം 3 15 എഴുതുന്നു. ഇവിടെ 3 പൂജ്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഗുണിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. 3 പൂജ്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതെഴുതി. ഇനി 2 ദശാംശ സ്ഥാനങ്ങളുണ്ടല്ലോ, സോറി, ആ ദശാംശം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഹാഫ് എഴുതിയത്. അപ്പോൾ നമ്മുടെ ആൻസർ 15,000 ജൂൾ 15,000 ജൂൾ എന്ന് കിട്ടുകയാണ്. 15,000 ജൂൾസ്. അപ്പോൾ ഹീറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. h is equal to I square RT എന്നുള്ള ഇക്വേഷൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു? I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്, അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സിംപ്ലിഫിക്കേഷൻ. ഇനി വേണ്ടത് V കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. V കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ഓംസിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. V is equal to I into R. ഇവിടെ I എന്നത് 0.5 ആണ്. 0.5 into what is the value of R? It is 200 200. അപ്പോൾ 200 ഗുണം 0.5 എന്ന് പറയുന്നത് 200ൻ്റെ പകുതി, അതായത് 100 വോൾട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ h കാൽക്കുലേറ്റ് ചെയ്തു, V കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൂൾ നിയമത്തിൽ നിന്ന് ലഭ്യമായ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു. ഒരെണ്ണം ചെയ്തു. രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ ബൾബ് വിച്ച് വർക്ക്സ് അറ്റ് 230 വോൾട്ട് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 920 ഓംസ് ആണ്. അപ്പോൾ 2 ഡേറ്റ തന്നിട്ടുണ്ട്. വർക്കിംഗ് വോൾട്ടേജ് V is equal to 230 വോൾട്ട്. ഇനി അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ R is equal to 920 ഓംസ് 920 ഓംസ് എന്നാണ്. What is the heat produced in it in 3 minutes? 3 മിനിറ്റ് കൊണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ സമയം തന്നിരിക്കുകയാണ്. T is equal to 3 minutes. അത് നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റേണ്ടതുണ്ട്, അതിന് SI-ലോട്ട് മാറ്റാനായിട്ട്. അപ്പോൾ 3 into 60 seconds 3 into 60 seconds എന്നാണ്. വേണമെങ്കിൽ നമുക്ക് 180 സെക്കൻഡ് എന്ന് എഴുതാം. 180 സെക്കൻഡ്. ഇനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റ. V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്, H കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻസ് h is equal to I square RT, h is equal to V square T by R, h is equal to VIT. ഈ ഇക്വേഷൻസിൽ V വരുന്ന ഇക്വേഷൻസ് V square T by R, VIT, അതിൽ V square T by R എന്ന ഇക്വേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ h is equal to V square T divided by R. ഇതാണ് ഇക്വേഷൻ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ what is the value of V? 230 volt. അപ്പോൾ 230 into 230 into 180 divided by resistance is 920 ohms 920 ohms. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. 230 into 230 into 180 ഞാൻ 3 into 60 എന്ന് എഴുതുകയാണ്. 3 into 60 എന്ന് എഴുതുന്നു. ബാക്കി 920. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നുണ്ട്.
അപ്പോൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുക, അതാണ് നമ്മൾ നോർമൽ പ്രൊസീജിയർ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ആദ്യം ഡിവിഷൻ നടത്തുക. അപ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ സിമ്പിളാവും, കുറച്ച് സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറും. അതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്ക് നോക്കാം. 230, 920, 0 and 0 get cancelled. 23, 92. ഈ 23-നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 92 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 23, 92, 4 ഈ 4 60, ഇവിടെ 15 എന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഈ സ്റ്റെപ്സ് ഇങ്ങനെ മാറുകയാണ്. 230 into 3 into 15, 3 into 23, 69, 0 into 15. അപ്പോൾ 690 into 15 എന്ന് മാറുകയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. 15,690, അതായത് 10,690ഉം 10,690ഉം 5,690. 5,690 എന്ന് പറയുന്നത് 10,690ൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് എഴുതാം? 6,900ൻ്റെ പകുതി, 6,000ൻ്റെ പകുതി 3,000, 900ൻ്റെ പകുതി 450. അപ്പോൾ ആൻസർ കിട്ടുന്നു 10,350, 10,350 ജൂൾ, 10,350 ജൂൾ. ഇതാണ് ആൻസർ. അപ്പോൾ H is equal to V² T by R എന്ന ഇക്വേഷൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? V is given, R is given and also T is given. So the appropriate equation which is to be used here is H is equal to V² T by R. സിംപ്ലിഫൈ ചെയ്തു, ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. ഓംസിലും അനുസരിച്ച് കറണ്ട് I is equal to V by R എന്ന. ഇവിടുത്തെ V അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് 920 ohms. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 230 ഡിവൈഡ് ബൈ 920 ആസ് ഏർലി 223 divided by 92 is equal to 1/4. So 1/4 ആംപെയർ ഡെസിമലിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് കാലാണ്. അപ്പോൾ 0.25 ആംപെയർ, 0.25 ആംപെയർ ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പാർട്ട് 5 നോക്കിയത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ജൂൾസ് ലോ എന്ന ഐഡിയ എന്താണ്, ആ ജൂൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡിനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് നോക്കി. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കി. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറച്ചുകൂടെ ഉണ്ട്. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത സെഷനിൽ, അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കുറിച്ച് വെക്കുക. സൂം ആപ്ലിക്കേഷനിൽ നമ്മൾ ലൈവിൽ വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാം. അപ്പോൾ അടുത്ത സെഷനുമായിട്ട് ഇത്രയും വേഗം കാണാം.